അൻപാർന്ന മക്കളെ, നിങ്ങൾക്ക് മംഗളകരമായ ഒരു ചെയ്തി. കാലപ്പുറപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഐക്യ മലയാള വേദി, വിദ്യാർത്ഥി മലയാള വേദി നടത്തുന്ന ഈ സമ്മേളനത്തിൽ വണക്കം വണക്കം വണക്കം. നിങ്ങൾക്കെല്ലാം ദേശീയമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. മലയാള ഭാഷയെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ മലയാളമല്ല ഞാൻ പറഞ്ഞു, ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ ശൈലി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുള്ളത് മലയാള ഭാഷയാണ്. അപ്പം മലയാള ഭാഷയെപ്പറ്റി പഠിക്കാൻ പോകുമ്പോൾ ഞാൻ കുട്ടനാട്ടുകാരാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ 3 കുട്ടനാടാണ്. അപ്പർ കുട്ടനാട്, മിഡിൽ കുട്ടനാട്, ലോവർ കുട്ടനാട്. അതായത് സീ ലെവലിൽ നിന്നും അവിടുത്തെ കാര്യങ്ങൾ പറയാം. പക്ഷേ ഞാൻ വന്ന പശ്ചാത്തലം കൂടെ പറയുന്നത്, സീ ലെവലിൽ ലോകത്തെ സീ ലെവലിൽ നിന്നും 12 അടി താഴത്തിലാണ് കുട്ടനാട്ടിലെ കൃഷിനാട്. വീണ്ടും ആ നിലവ് സീ ലെവലുള്ളതാണ് മിഡിൽ കുട്ടനാട്. ഞാൻ താമസിക്കുന്ന പ്രദേശം അപ്പർ കുട്ടനാട്. അപ്പം അവിടുത്തെ ഒരു വിഭാഗം അവിടെ രാജാവ് പറഞ്ഞ കാലത്ത് കുടിയേറിയ അല്ലെങ്കിൽ പാത്രം പണിക്കായിട്ട് കൊണ്ടുവന്ന കേരളത്തിൻ്റെ വെങ്കല പാത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവരുപയോഗിക്കുന്ന ഭാഷ, അവർ പറയുന്ന ഭാഷ. അപ്പം ഏത് ഭാഷയും നമുക്ക് മലയാളത്തിലേക്ക് ഉൾക്കൊള്ളണം. അപ്പം നിങ്ങൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല ഭാഷകളും ഇംഗ്ലീഷ് തന്നെ ഒരു 10-40% മറ്റ് ഭാഷകളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. നമ്മളെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക, ബെഞ്ച്, ഡെസ്ക്, കാറ് ഒന്നും മലയാളം വാക്കുകളല്ല. അതെല്ലാം നമ്മളിപ്പോൾ ആൾക്കാരിൽ നിന്നും പറയാൻ പോയാൽ എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഡെസ് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായി മനസ്സിലൊരു ധാരണയും ഒരു കൃത്യമായ ധാരണ വേണം. ഏത് ഭാഷയാണെങ്കിലും മലയാള ഭാഷയാണെങ്കിലും നമ്മളത് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാകും. ഞാനൊരു പാവപ്പെട്ടെന്ന് ഒരു സമരം ചെയ്തു, ഒത്തിരി സമരം ചെയ്തു. ഞാൻ പറയുന്നത് പലര് മസിൽ വിളിച്ച് ശ്വാസം പിടിച്ചതായിരിക്കും. ദയവായി ശ്വാസം വിടണം. എനിക്ക് മാത്രമേ നമ്മൾ പറഞ്ഞത്. സാധാരണ ഒരാള് ഞാൻ വർത്തമാനം പറയാനുള്ള സമയമില്ല. ഞാൻ അത്യാവശ്യം കുട്ടികളെ കൊടുക്കുന്നത് എനിക്ക് വർത്തമാനം പറയാം. നിങ്ങൾ കേൾക്കാമെന്നല്ല ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നമ്മുടെ കുട്ടികളെ ഒത്തിരി പേരും കുട്ടികളുണ്ട്. നമ്മൾ ഭാഷ വളരെ പ്രധാനമാണെന്ന് പറയുമ്പോഴും അത് കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കും. ഞാനൊരു കൊല്ലത്തൊരു പഴയ കശുവണ്ടി മലയാളിയുണ്ട്. അദ്ദേഹത്തിന് 5-6 കശുവണ്ടി ഫാക്ടറികളുണ്ട്. അദ്ദേഹം കുമാരനാശാൻ്റെ വലിയ ഭക്തനായിരുന്നു. വളരെ 10ാം ക്ലാസ് പഠിച്ചു. അദ്ദേഹത്തിന് ഒരു മോളും മോനും മരുമോനും ഡോക്ടർമാർ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു ദശ വളർന്നു. മക്കൾ പറഞ്ഞ അല്ലാതെ അരോചകമാണെന്ന് മുട്ടി കളയാണ്. അദ്ദേഹം സമ്മതിക്കുന്നില്ല. കാരണം കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, വരും ഓരോരോ ദിശ വന്ന പോലെ പോയിടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ വന്ന ദശ പൊക്കോളും എന്ന് വിചാരിക്കാൻ. ഞാൻ പറഞ്ഞത് എന്ത് എഴുതി വെച്ചാലും വായിക്കുന്ന ആൾക്കാരെ പറ്റി അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് അവിടെ പരാജയപ്പെട്ടു. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം എനിക്കൊന്നും സ്ത്രീകളാണല്ലേ. പറഞ്ഞോട്ടെ. ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നും തുറന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്കും പ്രധാന സ്ത്രീ വിരുദ്ധം പറഞ്ഞാൽ മറ്റേ പറഞ്ഞ കേസായി കിടക്കാൻ അങ്ങനൊക്കെ പ്രശ്നമുണ്ട്. എങ്കിലും ഞാനങ്ങ് പറയാം. ഒരു മാസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ബലമൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് പറയാം. ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയരത്തെ സൃഷ്ടി എന്ന് പറഞ്ഞ സ്ത്രീയാണെന്ന് പറയുന്നല്ലേ. അത്ര മഹത്തരമാണെന്നാണ് പറയുന്നല്ലേ. ആരോഗ്യം കിട്ടുന്നു ആണോ? സ്ത്രീകൾക്ക് പോലും അറിയാം, പെൺകുട്ടികൾക്ക് അറിയാം അല്ലേ. ഏറ്റവും മഹത്തരമാണെന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു വിഷയമുണ്ട്. ഏറ്റവും കൂടുതൽ സൃഷ്ടിച്ച സ്ത്രീകളാകാൻ കാരണം അതിനുശേഷം സൃഷ്ടികർത്താൻ ഒട്ടും സൗകര്യം കിട്ടിയില്ലാന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പം നമ്മളിങ്ങനെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും അല്ലേ. ഇപ്പം മലയാള ഭാഷയെ പറ്റി സാറ് കേരളം പ്രധാനപ്പെട്ട കുമാരൻ മാഷിയോട് പറഞ്ഞു, മലയാള ഭാഷ മോശമാണ്. നല്ല മോശമാണല്ല, ആരും പങ്കെടുക്കുന്നില്ല. നമ്മുടെ ഇവിടെ വരുന്ന എൻ്റെ വീട്ടിലൊരു 2000 മുമ്പ് അവിടെ ക്ഷേത്രത്തോടാക്കി പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ അവിടുത്തെ പാചകം ചെയ്യാനായിട്ട് വന്നത് ഒരു ബംഗാളിയാണ്. നന്നായിട്ട് മലയാളം പറഞ്ഞു. ജനിച്ചെല്ലാം പോയി നമ്മൾ ജനിച്ച് പായ കിടക്കുമ്പോൾ നമുക്ക് എണീറ്റ് വർത്തമാനം പറയാതില്ല. നമ്മളിങ്ങനെ കൈവക്കും ഇല്ലേ. എന്തോ പാല് തരും അമ്മേ, പാല് തരും ഇല്ലേ. അങ്ങോട്ട് മുദ്രാക്കി പിടിക്കാം. തീരെ കുഞ്ഞാണ്ടി കൂടെ നമ്മുടെ കൈപ്പുറത്ത്. അപ്പോൾ എല്ലാ രംഗത്തും നമുക്ക് പ്രസവങ്ങളാണ്. കൂടുതൽ പ്രസവമായ
നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമ്മാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അഭിനയം അർപ്പിക്കുന്ന അനുഭവങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.